കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ഫ്രണ്ട്സ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു 1 ഡേ ട്രിപ്പ് പോകാമെന്ന് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വന്നത് അതിരപ്പള്ളിയാണ്. കാരണം നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇതുവരെ ഒരുമിച്ച് അതിരപ്പള്ളിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ കൊച്ചിയിലുള്ള നമ്മൾ 3 ഫ്രണ്ട്സും പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന 2 ഫ്രണ്ട്സും കൂടി ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആദ്യം കയറിയത് അതിരപ്പള്ളി പ്രകൃതി ഗ്രാമത്തിലേക്കാണ്. അതിരപ്പള്ളി എത്തുന്നതിന് ഒരു 12 കിലോമീറ്റർ മുന്നേ ആണ് ഈ പ്രകൃതി ഗ്രാമം ഉള്ളത്. അവിടെ തന്നെ ഏഴാറ്റുമുഖം തൂക്കുപാലവും പിന്നെ തൂക്കുപാലത്തിനക്കരെയാണ് തുമ്പൂർമൊഴി ഗാർഡൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഏഴാറ്റുമുഖം തൂക്കുപാലം കാണണമെങ്കിൽ നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം, തുമ്പൂർമൊഴിക്ക് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇത് ശരിക്കും ഒരു കേബിൾ സസ്പെൻഷൻ ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ എളുപ്പത്തിന് തൂക്കുപാലം എന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും ചാലക്കുടി പുഴയെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ അക്കരെ നമുക്ക് തുമ്പൂർമൊഴി ഗാർഡൻസ് ആണുള്ളത്. അപ്പോൾ ഏഴാറ്റുമുഖത്തേക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് തുമ്പൂർമൊഴിയിലേക്ക് കടക്കാൻ പറ്റത്തില്ല, അവിടെ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് തുമ്പൂർമൊഴി ഗാർഡൻസിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തില്ല. ജസ്റ്റ് തൂക്കുപാലം ക്രോസ് ചെയ്ത് അക്കരെ പോയിട്ട് എൻട്രൻസ് കണ്ട് തിരിച്ചു വരികയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുറേ നേരം നമ്മൾ തൂക്കുപാലത്ത് നിന്ന് കുറേ നേരം എൻജോയ് ചെയ്തു. പിന്നെ ഒരുപാട് നേരം നമ്മൾ അവിടെ നിന്നില്ല, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ അതിരപ്പള്ളിയിലേക്ക് പോയി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ഏഴാറ്റുമുഖത്ത് നിന്നൊരു 10 കിലോമീറ്ററിനകത്തോ 12 കിലോമീറ്ററിനകത്താണ് പിന്നെ അതിരപ്പള്ളി വാട്ടർഫോൾസ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം 1 ഡേയിൽ തന്നെ നമുക്ക് അതിരപ്പള്ളിയും വാഴച്ചാലും എല്ലാം കണ്ട് തീർക്കണമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് എൻ്റർ ചെയ്തേക്കാണ്. 250 റുപ്പീസാണ് നമ്മൾ 5 പേർക്ക് ടിക്കറ്റ് പ്രൈസ് ആയത്. പിന്നെ 30 റുപ്പീസ് നമുക്ക് കാർ പാർക്കിങ്ങിന് കൊടുക്കേണ്ടി വന്നു. ടോട്ടൽ 280 റുപ്പീസാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് ആയിട്ടുള്ളത്. ഇതേ ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് വാഴച്ചാലും എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ കാണാത്ത, ഞാൻ ഒരുപാട് തവണ അതിരപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. ഏകദേശം 3 or 4 ടൈംസ് ഞാൻ അതിരപ്പള്ളിയിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കാണാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിരപ്പള്ളിയാണ് ഇത്തവണ ഞാൻ കണ്ടത് കേട്ടോ. കാരണം ഈ മഴ സീസണിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിരപ്പള്ളി വിസിറ്റ് ചെയ്യണേ. ശരിക്കും പറഞ്ഞാൽ സമ്മർ സീസണിലൊന്നും അതിരപ്പള്ളി ആരും വിസിറ്റ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു സീസണിലാണ് അതിരപ്പള്ളി കാണേണ്ടത്. ഇതിന് മുന്നേ വന്നപ്പോഴൊക്കെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ ഇതിന് മുന്നേ വിസിറ്റ് ചെയ്തപ്പോഴൊന്നും അതിരപ്പള്ളിയിൽ ഇങ്ങനെ വെള്ളം ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാമെങ്കിൽ പോലും ഇങ്ങനെ ഒട്ടും ഒഴുകാത്തൊരു ഫീലായിരുന്നു അന്ന് കിട്ടിയത്. അപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇന്ന് ആ കണ്ട കാഴ്ചയുണ്ടല്ലോ, ഞാൻ ഇതുവരെ അതിരപ്പള്ളി ഇങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ താഴെ ബോട്ടം വ്യൂ എത്തിയപ്പോഴേക്കും മഴ പെയ്യുന്നൊരു ഫീലായിരുന്നു. നമുക്ക് അടുത്തേക്ക് പോകുമ്പോൾ ഒരു പെരുമഴയത്ത് നിൽക്കുന്നൊരു ഫീലായിരുന്നു. കാരണം കുത്തനെ ആ വെള്ളം ഒലിച്ച് വന്ന് പാറയിൽ ഇടിച്ചിട്ട് അത് അത്രയും ഫോഴ്സിൽ വെള്ളം തെറിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു മഴയുടെ എഫക്റ്റാണ് തന്നുകൊണ്ടിരുന്നത്. ശരിക്കും ഒരുപാട് ആൾക്കാർ ചുറ്റിനും ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിരപ്പള്ളി അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആൾക്കാരൊന്നും ഒരു വിഷയമേ അല്ലാണ്ടായി തോന്നും കേട്ടോ. ടോപ്പി വാ. തിരിഞ്ഞില്ല ചാടു. ഓ ശരിക്കും ഒരു പെരുമഴയത്ത് നിൽക്കുന്ന ഫീലായിരുന്നു കേട്ടോ അവിടെ. അത്രയും ഹൈറ്റിൽ നിന്ന് നല്ല ഫോഴ്സിൽ വെള്ളം പാറയിലേക്ക് ഇങ്ങനെ കുത്തി വീഴുന്നതിൻ്റെ ഒരു പ്രഷറാണ് നമുക്ക് ചുറ്റിനും
ഒരു മഴയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്രയും ഫോഴ്സിനാണ് വെള്ളം വീണുകൊണ്ടിരുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു എഫക്റ്റ് എനിക്ക് ഇതുവരെ ഇതിന് മുന്നേ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് വളരെ സ്പെഷ്യലാണ്. ഇതിലിപ്പോൾ ഫസ്റ്റ് ടൈം അതിരപ്പള്ളി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ഇത് വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരിക്കും അല്ലേ. ഞാനിതിന് മുന്നേ കണ്ടപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം എന്താ, ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീലൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി മൺസൂണിലാണ് അതിരപ്പള്ളി സുന്ദരിയാവുന്നത്. വെള്ളച്ചാട്ടം കണ്ട് കുറച്ച് പിന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ വേറൊരു മനോഹരമായ കാഴ്ച കണ്ടു. കുറേ പൂമ്പാറ്റകളുടെ ഒരു കൂട്ടം. ഞാൻ ക്യാമറയിൽ പകർത്താൻ നോക്കിയെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു പൂമ്പാറ്റയുടെ കൂട്ടമൊന്നും ഞാൻ ഇതിനു മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. 100 200 അല്ല, അത്രയോ ഒരു 500ഓളം വരുന്ന പൂമ്പാറ്റകൾ അവിടെ ഇങ്ങനെ പാറ് നടന്നത്. നമ്മൾ ചുറ്റിനും പോയി നിൽക്കുമ്പോൾ നമ്മുടെ മേഘത്തൊക്കെ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറി. പെരുമഴ തുടങ്ങി. പക്ഷെ താഴ്ന്നേ വെള്ളം നനഞ്ഞ് ഫുൾ കുളിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല മഴയിൽ. കുറേ പേർക്ക് കുട ചൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓൾറെഡി എല്ലാം നനഞ്ഞല്ലോ, അതുകൊണ്ട് വലിയ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നനവോട് തന്നെ കുറച്ച് ചൂട് ചായ കുടിച്ചാലെന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ളൊരു കടയിൽ, ഈ എൻട്രിയുടെ തൊട്ട് പുറത്ത് തന്നെയുള്ളൊരു കടയിൽ കയറി. നമ്മൾ കുറച്ച് പേര് ചായയും ഹോർലിക്സും മുട്ട ബജിയൊക്കെ ആയിട്ട് കുറേ കഴിച്ചു. പിന്നെ അവിടെ തന്നെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. ഒരു ആൻറ്റി ഉണ്ടാക്കിയൊരു പ്രത്യേകതരം ചട്നി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ അത്യാവശ്യം 2-3 മുട്ടയൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് വാഴച്ചലിലേക്കാണ്. അതിരപ്പള്ളിയിൽ നിന്ന് ശരിക്കും 5 കിലോമീറ്ററാണ് ഈ വാഴച്ചലിലേക്കുള്ളത്. പ്രത്യേക ടിക്കറ്റൊന്നും എടുക്കേണ്ട, നമ്മൾ അതിരപ്പള്ളി എൻ്റർ ചെയ്ത ടിക്കറ്റ് തന്നെ കാണിച്ചാൽ മതിയാവും. പക്ഷേ ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിരുന്നു. കാരണം നമുക്കറിയില്ലായിരുന്നു ആ ടിക്കറ്റ് തന്നെയാണ് വാഴച്ചൽ കാണിക്കേണ്ടതെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളെ ടിക്കറ്റ് മിസ്സായി. പക്ഷെ നമ്മൾ ജസ്റ്റ് അതിരപ്പള്ളിയിൽ എൻ്റർ ചെയ്ത അവിടുത്തെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ നമ്മൾ വാഴച്ചലിലേക്ക് കയറ്റി വിട്ടു കേട്ടോ. കയറുമ്പോൾ തന്നെ കുറേ കുരങ്ങന്മാരുടെ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കടയിൽ കുറേ സാധനങ്ങളൊക്കെ ആൾക്കാർ വാങ്ങി നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുരങ്ങന്മാർ തട്ടിപ്പറിക്കും എന്നൊക്കെ അവർ പറയുന്നത് കേട്ടായിരുന്നു. നമ്മൾ പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. നമ്മൾ നേരെ വാഴച്ചൽ വെള്ളച്ചാട്ടം കാണാൻ തന്നെ പോയി. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാനൊന്നും പറ്റത്തില്ല. പണ്ട് പുഴയിലേക്കൊക്കെ ആൾക്കാർ ഇറങ്ങുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ 10ാം ക്ലാസ്സിലാണ് അതിരപ്പള്ളിയിൽ ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് പുഴയിലേക്ക് ജസ്റ്റ് ഇറങ്ങാനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല ഒഴുക്ക് കാരണം നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. പക്ഷെ കണ്ടുകൊണ്ടിങ്ങനെ നമുക്ക് നടക്കാം. ആ ഒരു സൗണ്ടും നമുക്ക് തൊട്ടടുത്തൂടെ തന്നെ നടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് പുഴയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവർ ഫുള്ളി ക്ലോസ് ചെയ്തേക്കാണ്. കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പ്രിക്കോഷൻസ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഒരു കൂടാരം പോലത്തെ ഒരു സ്ഥലം കണ്ടു. അവിടെ നിറയെ ചെടികൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പകർത്തി. നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ഇങ്ങനെ ചെടികളാക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടം നല്ലോണം കാണാം. അങ്ങനെ ഞാൻ വെള്ളച്ചാട്ടം നല്ലോണം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അതിഥി വന്നിട്ടാണ് കേട്ടോ. ജസ്റ്റ് കാണാമെന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചിട്ട് അവൻ പോയേനെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ കണ്ടു. അങ്ങനെ വാഴച്ചലിൽ നിന്നൊക്കെ എക്സിറ്റ് അടിച്ച് നമ്മൾ തിരിച്ച് കാറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉച്ചയായിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ 2 സ്പോട്ട് കണ്ടു കഴിഞ്ഞു. ഒരുപാട് വെയിലില്ല, നമ്മൾ ഒരുപാട് ടയേർഡായിട്ടില്ല, നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വാഴച്ചലിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ തന്നെ ഒരു ചാർപ്പ ഫോൾസ് ഉണ്ട്. അതും നമ്മൾ ജസ്റ്റ് കണ്ടു. അപ്പോൾ അതിൽ നേരെ പിന്നെ നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു തിരിച്ച് കൊച്ചിയിലേക്ക് തിരിച്ച് വരികയാണല്ലോ, നമുക്ക് കടമക്കുടിയും കൂടി ഒന്ന് കണ്ടേക്കാം. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി കടമക്കുടിയിലേക്ക് എത്താമെന്നാണ് കരുതിയത്. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി, സൺസെറ്റ് കഴിഞ്ഞു. പക്ഷെ എങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പക്ഷെ നല്ല ക്രൗഡഡും ആയിരുന്നു. സൺഡേ ആണല്ലോ, ഇത് പറയേണ്ട കാര്യമില്ല, സൺഡേ ആയതുകൊണ്ടല്ല. പക്ഷെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഒരു ചായക്കടയിൽ കയറി കുറച്ച് കോളിഫ്ലവർ പൊരിച്ചതൊക്കെ പറഞ്ഞു, അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുബാബ മന്തിയിലേക്ക് പോയി. മന്തി കഴിക്കാനാണ് പോയത്. പക്ഷേ വിശപ്പിൻ്റെ കാഠിന്യത്തിൽ മന്തി വരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻട്രോ എടുത്ത് വെച്ചു, ബാക്കി എടുക്കാൻ. ഇനി എവിടെയൊക്കെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും 1 ഡേ ട്രിപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മളൊരു സിനിമയ്ക്കും കൂടെ പോയിരിക്കണം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ് പോയത്. ഗുരുവായൂർ അമ്പലനടയ്ക്ക് 5 ടിക്കറ്റ് എടുത്തു. നമ്മൾ 10:30 ഷോയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഒരു 10:25 ആയപ്പോൾ അവർ നമ്മളെ എൻട്രി ചെയ്തു.
പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ, കാരണം അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. എങ്ങനെയും പടം കണ്ടു തീർത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ദിവസം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്